മുക്കം പോലീസും കുന്നമംഗലം എക്സൈസും സംയുക്തമായി മുക്കം നഗരസഭയിലെയും കാരശ്ശേരി പഞ്ചായത്തിലെയും ഹോട്ട്സ്പോട്ടുകളും നേരത്തെ ലഹരിക്കേസുകളിൽ കുടുങ്ങിയ ആളുകളുടെയും വീടുകളിലും റെയ്ഡ് നടത്തി. ലഹരിക്കെതിരെ കേരള എക്സൈസിന്റെ ക്ലീൻ സ്റ്റേറ്റ്, കേരള പോലീസിന്റെ ഡി-ഹണ്ടിന്റെയും ഭാഗമായാണ് റെയ്ഡ് നടത്തിയത്. മുക്കം നഗരസഭയിലെ ഹോട്ട്സ്പോട്ടായ മുക്കം വെന്റ് പൈപ്പ് പാലം പരിസരം വൻതോതിൽ ലഹരി ഉത്പന്നങ്ങൾ കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും കേസിൽ കുടുങ്ങിയ പ്രതികളുടെ കാരശ്ശേരി പഞ്ചായത്തിലെ വലിയ പറമ്പ്, കറുത്തപറമ്പ്, മാടകശ്ശേരി എന്നിവിടങ്ങളിലെ വീടുകളിലുമാണ് റെയ്ഡ് നടത്തിയത്. 3 വീടുകളിൽ നടത്തിയ റെയ്ഡിലൊന്നും കണ്ടെത്താനായില്ല. നേരത്തെ കേസിൽ കുടുങ്ങിയ ആളുകൾ എപ്പോഴും ലഹരി ഉത്പന്നങ്ങൾ കച്ചവടം നടത്തുന്നതായും ഉപയോഗിക്കുന്നതായും പോലീസിനും എക്സൈസിനും വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരക്കാർ നിരീക്ഷണത്തിലാണെന്നും മുക്കം എസ്ഐ ശ്രീജിത്ത് എസ് പറഞ്ഞു. പുലർച്ചെ 6 മണിക്ക് ആരംഭിച്ച റൈഡ് 9 മണിയോടെയാണ് അവസാനിച്ചത്. മുക്കം എസ്ഐ ശ്രീജിത്തിന്റെയും കുന്നമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ ടി.കെ. നിഷിൽകുമാറിന്റെയും നേതൃത്വത്തിലാണ് റൈഡ് നടന്നത്. ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും മയക്കുമരുന്നിന്റെ വ്യാപകവുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കേരള പോലീസും സംയുക്തമായി നടത്തുന്ന റെയ്ഡ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നത്. എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റും പോലീസിന്റെ ഓപ്പറേഷൻ ഡി-ഹണ്ടും മുൻ NDPS കേസിൽപ്പെട്ട പ്രതികളുടെ വീട്ടിൽ NDPS വിൽപ്പനയ്ക്കായി കൈവശം വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെയ്ഡ് കണ്ടക്ട് ചെയ്യുന്നത്. നിലവിൽ ഇന്ന് റെയ്ഡ് കണ്ടക്ട് ചെയ്തതിൽ നമുക്ക് കോൺട്രാബാൻഡ് ഐറ്റംസ് ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് തുടർന്നും ഇത്തരത്തിലെ മുൻ കേസുകളിൽ പെട്ട പ്രതികളുടെ വീട് വീണ്ടും റെയ്ഡ് കണ്ടക്ട് ചെയ്യാൻ സെർച്ച് വീണ്ടും തുടർന്നു പോകുന്നുണ്ട്. അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസുമായിട്ടുള്ളൊരു ജോയിന്റ് ഓപ്പറേഷനാണത്. ഇനി തുടർന്നു വരുന്നതിലും ഹോട്ട്സ്പോട്ടുകളും NDPS ഹോട്ട്സ്പോട്ടുകളും അതേപോലെ തന്നെ മുൻ സ്മാൾ ക്വാണ്ടിറ്റി കേസ്, ഇന്റർമീഡിയറ്റ് കൊമേഴ്ഷ്യൽ കേസ് പെട്ട വീടുകളിലും അത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ അവരെ മൂവ്മെന്റ് എല്ലാം മോണിറ്റർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെ നിയമ നടപടികളായിട്ട് എത്തിക്കുന്ന നടപടികൾ എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡാണ് നടത്തുന്നത്. ഇന്ന് 3 വീട്ടിലാണ് കണ്ടക്ട് ചെയ്തത്. അതിൽ ഒരു വീട്ടിൽ ആളില്ല, അയാൾ സ്ഥലം മാറിപ്പോയിട്ടുണ്ട്. ബാക്കി 2 വീട്ടിൽ നമ്മൾ റെയ്ഡ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒന്നും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വ്യക്തികളിൽ NDPSുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെയിലുണ്ടെന്നുള്ള നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. അവരെ നമ്മൾ പ്രത്യേകം മോണിറ്റർ ചെയ്യുന്നുണ്ട്.